ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ റംഷി നൗഷാദ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വയനാട് ടൂർ പോയതാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവർക്കൊക്കെ ലീവ് കുറവായ കാരണം ചെറുമട്ടത്തിലൊരു ടൂർ എല്ലാവരും കൂടി പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ജംഷി ഇങ്ങോട്ട് കുളത്തൂർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവളെ എടുത്ത് ഞങ്ങൾ വണ്ടിയിൽ അങ്ങനെ നേരെ പെരിന്തൽമണ്ണ പോവാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി കയറി നമ്മളെങ്ങോട്ടാണ് നേരെ പെരിന്തൽമണ്ണക്കല്ലേ. പെരിന്തൽമണ്ണ പോയിട്ട് ആദ്യം തന്നോ ചായ കുടിക്കാൻ നേരം കിട്ടാത്തതുകൊണ്ട് വണ്ടിയിൽ നിന്നും കഴിച്ചു ഗൈസ്. വണ്ടിയിൽ നിന്ന് കഴിക്കണം. എന്റെ കയ്യിൽ കഴിച്ചു. എന്റെ കുടുംബത്തിന് പോലെ ഉണ്ടാക്കി ചട്ടിന് ഞാൻ ഉണ്ടാക്കി ഒന്നും തിന്നാലും ഭാഗ്യം താത്താക്ക് വന്നില്ല. താത്തന്റെ ഇഡ്ഡലിയിലും തിന്നിട്ട് സംതൃപ്തിയാണ്. അപ്പൊ ഞാൻ തിന്നാം. ഇഡ്ഡലി താത്ത ആദ്യമായിട്ട് അനിയത്തി ഉണ്ടാക്കിയ ഒരു സാധനം കഴിക്കാൻ പോകുന്നു ഗൈസ്. കൂടെ അളിയാക്കാൻ കൊടുക്കുന്നു. അത് കെട്ടിയ ഡ്രൈവറായിട്ട് എന്റെ കെട്ടിയ ഡ്രൈവർ വേറെ കിട്ടാത്തോണ്ട് കെട്ടിയ ഡ്രൈവർ സീറ്റ് കൈയടക്കി. അങ്ങനെ ഇല്ല അങ്ങനെ വീടത്തെ ഗൈസ്. അങ്ങനെ എല്ലാം സെറ്റ്. അങ്ങനെ ഒക്കെ സെറ്റ്. വണ്ടി കൊണ്ടുപോകണം. ലഗേജുകൾ ഓന് ട്രോളിയൊക്കെ എടുത്തേക്കണ്. അപ്പൊ നേരെ ഗൾഫിക്ക് പോകണ്. അങ്ങനെ ഒക്കെ സെറ്റ്. ഹൈമോള് ഇങ്ങോട്ട് പോണു. പൊന്നുമ എങ്ങട്ടാ? എല്ലാരും കേറെ ലോഡായി. രണ്ട് തലകൾ അവിടെ ഇല്ല മുഖച്ചല്ലേ. ബാക്കിൽ പോയതുകൊണ്ട് ഇവിടെ ഞമ്മക്ക് എന്താ ഇവിടെ ആയിരിക്കണം. കാക്കു ഫുള്ള് സിറ്റുവേഷൻസ് ആണല്ലോ. രണ്ടും കൂടിയാ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരുപാട് ദിവസമല്ല കേട്ടോ, മാസങ്ങളായി. കാരണം കല്യാണം കഴിഞ്ഞ് 6ാമത്തെ ദിവസമായിട്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ പിന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയും വണ്ടിയിൽ നിന്നിട്ട് തന്നെ കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. കാരണം മഴ ആയ കാരണം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. താത്ത കുക്കറിലിട്ടിട്ട് ചോറ് തിന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇന്നെ ആട്ടിയതാണ് ഗൈസ്. അങ്ങനെ ഫുഡിൻ്റെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഡാമാണ്. കാരാപ്പുഴ ഡാം കാണാനാണ് കേട്ടോ. ഇതെവിടെയാണ്? കാരാപ്പുഴ അങ്ങോട്ട് വേണം. അങ്ങനെ നമ്മള് വയനാട് വന്നിട്ട് പാർക്ക് കയറി. ഒരു പാർക്ക് കയറി. ഏതാ പാർക്ക്? നമ്മള് വയനാട് വന്നിട്ട് പാർക്ക് കയറി. പാർക്കല്ല, ഡാം കയറി. കാക്കുവോ? നമ്മള് ഡാം കയറി. അന്ന് വന്നപ്പോ അന്നൊന്നും കണ്ടില്ല. എന്നിപ്പോ ഏതൊരു ഡാമെങ്കിൽ ഡാം കാല കാണിട്ട് മുടി ബാക്കിയുള്ളവരൊക്കെ ബാത്റൂം അല്ല കാണുന്നത്. ശരി, മറ്റവരൊക്കെ എവിടെ? അതാ നിക്കണൊക്കെ.
അപ്പൊ അങ്ങനെ വന്നിട്ട് ഏതായാലും വയനാട് അന്ന് കാക്കുനിപ്പം വന്നിട്ട് എവിടെ ഇറങ്ങാനും കാണാനും പറ്റിയില്ല. അപ്പൊ ഏതായാലും ഇതിപ്പോ ഏതായാലും കണ്ടു. ആ ഡ്രസ്സിലൊക്കെ ആകെ ചെളി പിളി. ഇത് മെച്ചം അതോ മഴ ചാറുന്നുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു. ഇപ്പൊ ഒന്ന് മഴ തോർന്നിട്ട് എന്നാലും മഴ ചാറിന് ഇങ്ങനെ ഉണ്ട്. മൂടിക്കെട്ടിയ കാലാവസ്ഥ. കയ്യിലെ മാനെ അതൊന്നുമില്ല കയ്യൊന്നും കുട്ടികൾ പോകില്ല. അതൊക്കെ സേഫ്റ്റി. അവിടെ നിൽക്കണ പറ്റുമോ? രണ്ടാക്കും കയറി മതിയായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഏകദേശം മഗ്‌രിബിന്റെ ഒക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളവിടെ നമ്മുടെ വയനാട് ഞങ്ങളെ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് പോയി. അങ്ങനെ അവരെ കെയർ ഓഫിൽ നമുക്ക് പിന്നെ ഒരു റിസോർട്ട് നമുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. സെലിബ്രിറ്റി ആണ്, മുഖം കാണിക്കാൻ പാടില്ല. മുറക്കെടുത്ത് നൗഷാദാണ് മിന്നാനും സാർ കേട്ടോ. നിങ്ങള് സാറാണ്. മിന്നി മനസ്സാ കാലെടുത്താനല്ല, ഇതൊക്കെ ഉണ്ടാക്കുമ്പോ മിന്നാനും സാറാണ് ഒരു ചിക്കന്. അങ്ങനെ വയനാട് യാത്രയുടെ ഭാഗമായിട്ട് രാത്രി 10:30 മണിയായിട്ടോ. ഇവിടെ എന്താ ഓരോരുത്തർ പാട്ടും ഓരോരുത്തർ അൽഫാമും. അങ്ങനെ നമ്മൾ ഫുഡ് ഡേ ഒക്കെ കഴിഞ്ഞ് പോയി കിടന്നിട്ടോ. പിന്നെ കിടന്ന് പിറ്റേ ദിവസമാണ് പിന്നെ നമ്മൾ അടുത്ത സ്ഥലം കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുകൊണ്ട്, ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ട്. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കിയോണ്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.